ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അരി കുതിർക്കാനോ പുളിക്കാനോ ഒന്നും വെക്കാതെ തന്നെ 5 മിനിറ്റ് തയ്യാറാക്കാവുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ക്രിസ്പിയുമായിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഇത് നമുക്ക് സാധാ ദോശയായിട്ടും പ്ലെയിൻ ദോശയായിട്ടും മസാല ദോശയായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ഉരുളക്കിഴങ്ങാണ്. മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വേണ്ടത് കുറച്ച് തൈരാണ്. 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ദോശയ്ക്കൊരു ചെറിയൊരു പുളിപ്പൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമ്മളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. 1 കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്നും പാക്കറ്റിൽ മേടിക്കുന്ന ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് 1 കപ്പ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലേഡ് ടൈറ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങും തൈരും ആദ്യം ചേർത്ത് കൊടുത്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കടലമാവ് നമ്മുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ അവൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവൽ ചെറുതായിട്ടൊന്ന് കുതിർത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ദോശയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി 2-3 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടിക്ക് പകരം വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. വറ്റൽമുളക് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത ശേഷം ചേർത്ത് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിലും താഴെയാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മാത്രം മതി. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് പുളിക്കാനായിട്ട് വെക്കുകയാണെങ്കിൽ ഇതിലേക്ക് ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ദോശമാവിൻ്റെ അതേ രീതിയിലൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. തണുത്ത വെള്ളം ഒഴിക്കരുത്. ഇളം ചൂടുവെള്ളമോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ മാവൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ഇഞ്ചിയും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ദോശമാവ് പരത്തിയെടുക്കുമ്പോഴേ നന്നായിട്ട് കിട്ടത്തില്ല. ഈ സമയത്ത് നമുക്ക് വെള്ളമോ ഉപ്പോ ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. ചെറിയ രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ ചൂടായ പാനിലേക്ക് ഞാൻ 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കനം കുറച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒട്ടും കനമാകരുത്. ഞാനിത് പ്ലെയിൻ ദോശയായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് മസാലയൊക്കെ വെച്ചിട്ട് ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്ത ശേഷം ഇതൊന്ന് വേവാനായിട്ട് വിടുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ നമുക്ക് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ എണ്ണയ്ക്ക് പകരമായിട്ട് ബട്ടറോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ ഗോൾഡൻ കളറായിട്ട് നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടും. തീ ഒട്ടും കൂട്ടി വെക്കരുത്. അതേപോലെ തന്നെ എല്ലാ സൈഡിലും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരാനായിട്ട് ഈ പാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ആ തീയുടെ അനുസരിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടും. അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 5 മിനിറ്റിലേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതാ കണ്ടില്ല, 1 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നില്ല. ദാ ഇതേ രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ചെറിയ ചൂടോടുകൂടി വേണം നമ്മളിത് കഴിക്കാനായിട്ട്. അപ്പോൾ അതാ ഞാൻ അടുത്തത് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഇതിലേക്ക് എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു തേങ്ങാ ചമ്മന്തി മാത്രമാണെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ്. അതാ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം.
അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാ കണ്ടില്ലേ, 2 ദോശ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടിയാണ് നമ്മളിത് എടുത്തേക്കുന്നത്. എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.